ഹലോ ഗൈസ്, ഞാനിന്ന് വന്നിരിക്കുന്നത് സിനിമയുടെ മൂവി ട്രെയിലർ റിവ്യൂമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഞാനങ്ങനെ മൂവി ട്രെയിലർ റിവ്യൂ ഒന്നും അങ്ങനെ ചെയ്യാറില്ല. കാരണം ഞാൻ കുറച്ച് കാത്തിരിക്കുന്ന കുറച്ച് സിനിമകളുണ്ട്. ആ സിനിമകളുടെ മധുരം കുറേ നാളുകളെ കാത്തിരിക്കും. ട്രെയിലർ വരാനും പടം റിലീസാവാനൊക്കെ കുറേ നാൾ കാത്തിരുന്ന് കഴിയുമ്പോൾ ഞാൻ റിവ്യൂ ഒക്കെ ഓൾറെഡി വരുന്നതാണ്. അങ്ങനെയാണ് ഞാൻ നമ്മുടെ സ്വന്തം ദിലീപേട്ടൻ്റെ ബബ്ബ എന്ന സിനിമയുടെ റിവ്യൂ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ചിലർ നെഗറ്റീവ് പറഞ്ഞു, ചിലർക്കൊന്നും ആ പടം ഇഷ്ടപ്പെട്ടില്ല. ബസ് എനിക്കിഷ്ടപ്പെട്ടു പടം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ റിവ്യൂ ഇട്ടത്. അങ്ങനെ ചിലർക്ക് ഇഷ്ടപ്പെടാം. അതുപോലെ ഞാൻ കുറേ നാളായി പിന്നെ കാത്തിരുന്നൊരു സിനിമയാണ് ആട് 3. ആടിൻ്റെ 1ാം ചാപ്റ്റർ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടില്ലായിരുന്നു. മിക്കവരും പോയി കണ്ടില്ലെന്നാണ് എൻ്റെ ഒരു തോന്നുന്നത്. കാരണം പടം OTT ഇറങ്ങിയപ്പോഴാണ് കൂടുതൽ പേരും പടം കണ്ടത്. ആട് 1. ആട് 2 ഇറങ്ങിയപ്പോൾ മിക്കവരും പോയി തിയേറ്ററിൽ പോയി കണ്ടു. പടം ഹിറ്റായിരുന്നു, സൂപ്പർ പടം. അത് കഴിഞ്ഞ് പടത്തിൻ്റെ 3 ഉണ്ടെന്ന് പറഞ്ഞു. 3ക്ക് വേണ്ടി എല്ലാവരും ഞാൻ ഓൾറെഡി മിക്കവരും കാത്തിരിക്കുന്നുണ്ടായിരിക്കും. ഞാൻ 3 ഇറങ്ങാൻ ഭയങ്കരമായിട്ട് കാത്തിരുന്നു. പടത്തിൻ്റെ ട്രെയിലർ ഇന്ന് 11/11 തോന്നുന്നു ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ട്രെയിലർ കണ്ടിട്ട് നമുക്ക് ബാക്കി നോക്കാം. ട്രെയിലർ ചെയ്യാം. ആകാശത്തിനുമപ്പുറത്ത് ഏതോ ഒരു ലോകത്ത് നിന്നാ ഇത് വന്നിട്ടുള്ളത്. കാരണവന്മാര് ഞങ്ങളോട് പറഞ്ഞത് എന്തോ അജ്ഞാതമായ ശക്തി ഇതിനുണ്ടത്രേ. ഇതന്വേഷിച്ച് പല ദുഷ്ടശക്തികളും പല കാലങ്ങളിലും വരും. ഇതിനു വേണ്ടി യുദ്ധങ്ങൾ വരെ നടക്കും. ഈ പുഴയ്ക്ക് പുറകിലൂടെ നാഗത്താം പാലത്തിന്റെ പണി നടക്കാം. നമുക്ക് ഓരോരുത്തരെയായി ഈ മുക്കാലിയിൽ കയറി നിന്ന് അമ്പ ചെയ്ത് കൊല്ലാം. മതിയോ? അത് മതി. പാലം പൊളിച്ചിട്ടാണോ നീ കാശുകാരനാകുന്നത്? ആളുകളെ വിളിക്കും. ഇനിയാണ് നമ്മുടെ പ്ലാൻ തുടങ്ങുന്നത്. വയലൻസ് വേണ്ടാതെ 100 തവണ ഞാൻ പറഞ്ഞു. ജീവൻ മാറുന്ന പോരാട്ടം ഏത് ഈ വയ്യാത്ത നടുവും വെച്ചല്ല. എനിക്ക് പോരാടാനുള്ള സമയം സമാഗതമാകുന്നു. എന്താണ് വരുന്നത്? ഒട്ടി നിൽക്കാതെ 2 അടി മാറി നിന്ന് കൗണ്ട് ഡൗൺ കേൾക്കണം. പൊളി. ഞാൻ ഷാജിപ്പാപ്പാനാ. നിങ്ങളുടെ പഴയ വണ്ടി, പാപ്പൻ്റെ പഴയ വണ്ടിയൊക്കെ. ഇതാരാ? എന്റെ ബാക്കിൽ ബാങ്കോക്കും മുന്നിൽ മയാമിയുമാണ്. മയാമിയോ അമേരിക്ക. നിതിൻ മാനുവൽ തോമസ് ഫിലിം, വിജയ് ബാബു. ആട് 3 പാർട്ട് 1 മാർച്ച് 19. കൊള്ളാം. ട്രെയിലർ എനിക്കിഷ്ടപ്പെട്ടു. കാരണം പാർട്ട് 1, അപ്പോൾ പാർട്ടായിട്ട് ഇറങ്ങുന്നതെന്ന് തോന്നുന്നു. പാർട്ട് 2, പാർട്ട് 3. ആട് 3 പാർട്ട് 1 എന്നാണ് എഴുതിയേക്കണേ. അപ്പോൾ പാർട്ട് 2, പാർട്ട് 3 ഒക്കെ കാണുമായിരിക്കും പടത്തിന്. കൊള്ളാം. പടത്തിൻ്റെ ട്രെയിലർ കൊള്ളാം. പടത്തിൻ്റെ ട്രെയിലർ കണ്ടിട്ട്
ഫസ്റ്റും സെക്കൻഡും എങ്ങനെയാണോ ആ കോമഡി നിലനിർത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പടം ഇറങ്ങുമ്പോൾ നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. കാരണം ആ ഒരു കോമഡി കീപ്പ് ചെയ്തിട്ട് തേർഡിലും ആ കോമഡി കീപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആ പഴയ ഷാജിപ്പാപ്പൻ്റെ ആ കോമഡിയൊക്കെ പക്കയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി നമുക്ക് പടം കാണാം. മാർച്ച് 17 എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണാം കേട്ടോ പടം. ഓക്കെ, ബൈ ബൈ.